കൂടുതൽ ഫ്യൂച്ചർ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ കുറച്ചുകൂടി നല്ലതായിരിക്കും. എന്നാൽ നമുക്ക് കുറച്ചുകൂടി പ്രോപ്പർ ഡെസ്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സിസ്റ്റവും ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കും. അവിടെ നമുക്ക് ഓഫീസിൽ ഇരുന്ന് നമ്മുടെ ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചൊക്കെ സമയം നമുക്ക് മാറ്റി വെച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഹായ്, വെൽക്കം ടു എൻട്രിയ. നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസി, അതിൻ്റെ ഓരോരോ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ യൂഷ്വലി ഈ ഒരു വർഷത്തിൻ്റെ സെക്കൻഡ് ഹാഫ് ഇയറിലാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നത്, എക്സാംസ് നടക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ സീസണിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ്സ് ഓഗസ്റ്റ് സെപ്റ്റംബറിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സാം ഡേറ്റ്സ് നമുക്ക് ഇനി വരണം, ഓർ മേ ബി നിങ്ങൾ വീഡിയോ കാണുമ്പോഴത്തേക്കും വന്നിട്ടുണ്ടാവാം. ഇനി അത് കഴിഞ്ഞാൽ ഒരുപാട് പേരും വെയിറ്റ് ചെയ്തിരിക്കുന്ന അടുത്തൊരു എക്സാമാണ്, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്തൊരു എക്സാമാണ് SSCയുടെ CSSൻ്റെ എക്സാം. ഇനി ഇത് കഴിഞ്ഞ് പിന്നെ വരായിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ് SSCയുടെ MTSൻ്റെ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വേക്കൻസി വെച്ച് നോക്കുകയാണെങ്കിലും നമ്മുടെ SSC എക്സാംസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേക്കൻസിക്ക് വിളിക്കുന്ന എക്സാമാണ് നമ്മുടെ SSCയുടെ GD കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. 10ാം ക്ലാസ്സിൻ്റെ ക്വാളിഫിക്കേഷനുള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് SSCയുടെ GD കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. ഇനി ആ ഒരു എക്സാംസ് നമുക്ക് വരുന്നത് ഈ വർഷം അവസാനമായിരിക്കും വിളിക്കുന്നത്, ഒരു നവംബറൊക്കെ ആകുമ്പോൾ. പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വേക്കൻസിക്ക് വിളിക്കുന്ന എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ CGL-ആണ്. നമുക്ക് CGL നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേക്കൻസിക്ക് വിളിക്കുന്ന എക്സാം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SSCയുടെ MTS ആണ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയുന്ന ഈ ഒരു എക്സാം. നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ മിക്കവാറും ഈ വർഷം അവസാനമോ അല്ലെങ്കിൽ ഈ മാസം അവസാനമോ അടുത്ത മാസത്തോടെ നമുക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. MTSനെ കുറിച്ച് പറയുവാണെങ്കിൽ ഈവൻ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മാത്രം മതി ആ ഒരു എക്സാം എഴുതാൻ വേണ്ടി. ജസ്റ്റ് എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, അപ്പം 18 വയസ്സിന് മുകളിലോട്ടുള്ള 10ാം ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റും. എന്ന് പറയുമ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു എക്സാം എഴുതാൻ പറ്റും. മേ ബി കോളേജിൽ പഠിക്കുന്നവരാകാം നിങ്ങൾ, ഈവൻ നിങ്ങൾ കോളേജിൻ്റെ മേ ബി ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയർ ഒക്കെ ആയിരിക്കും. പക്ഷേ എന്നാലും നിങ്ങളുടെ 18 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ ഉറപ്പായിട്ടും കോളേജിലേക്ക് വരുമ്പോൾ എന്തായാലും സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോൾ എന്തായാലും 18 ഇയേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാം എഴുതിയെടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാജുവേഷൻ്റെ ആവശ്യമില്ല ഈ ഒരു എക്സാം അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ജോലി കിട്ടാൻ വേണ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി അതുപോലെ ഡിഗ്രി ഉള്ളവർക്കും +2 ഉള്ളവർക്കും എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ഇനി 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ എന്നുള്ളതല്ല. 10ാം ക്ലാസ് കഴിഞ്ഞതെന്ന് പറയുമ്പം ആ ഒരു കാറ്റഗറിയിൽ നമ്മുടെ 12ാം ക്ലാസ്സും ഡിഗ്രിയും PG ഒക്കെ ഉള്ളവർ പെടും. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു എക്സാം എഴുതാൻ പറ്റും. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഏജ് ലിമിറ്റ് വരുന്നത് 25 വയസ്സ് വരെയാണ് ഇതിൻ്റെ മെയിൻ ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഹവൽദാറിൻ്റെ പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 27 വയസ്സ് വരെയാണ്. ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റാണ് ഇതെന്ന് പറയുന്നത്. ഇത് കൂടാതെ നമുക്ക് ബാക്കിയുള്ളത് എടുക്കുകയാണെങ്കിൽ ലൈക്ക് OBC കാറ്റഗറി വരുന്നവരാണെങ്കിൽ അവർക്ക് 3 വർഷം കൂടി എക്സ്ട്രാ കിട്ടും. അപ്പോൾ 25ൻ്റെ സ്ഥലത്ത് 28, അതുപോലെ 27 ഹവൽദാറിൻ്റെ പോസ്റ്റിൽ 27ൻ്റെ സ്ഥലത്ത് 30 വരെ കിട്ടും. പിന്നെ SC/ST കാറ്റഗറി വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ 5 കൂടി ആഡ് ചെയ്തെടുക്കാം. എന്ന് പറഞ്ഞാൽ 25ൻ്റെ കൂടെ 5 കൂടി ആഡ് ചെയ്താൽ 30. അതുപോലെ ഹവൽദാറിൻ്റെ പോസ്റ്റിന് 27ൻ്റെ കൂടെ 5 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 32 വയസ്സ് വരെ എഴുതാൻ പറ്റും. MTSനെ പോപ്പുലർ ആക്കാനുള്ള കാരണം പല റീസൺസ് ഉണ്ട്, നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പലപ്പോഴും MTSൻ്റെ എക്സാം എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ്സിൻ്റെ ഒരു ജോലിയാണ്, 10th ക്ലാസ്സാണ് ക്വാളിഫിക്കേഷൻ, PUN പോലത്തെ പോസ്റ്റാണ്, അല്ലെങ്കിൽ വളരെ ലോവർ ഡിവിഷണൽ ക്ലർക്കൽ ലെവൽ പോസ്റ്റാണ് ഇതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സഫായി കർമചാരിയോ അങ്ങനെയൊക്കെയുള്ള പോസ്റ്റിലാണ് വരുന്നത്, അത്രയും നല്ല പോസ്റ്റ് അല്ല എന്നൊക്കെ ഒരു ആംഗിളിൽ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ നോട്ടിഫിക്കേഷൻ്റെ പേര് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ആ നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈവൻ ഇൻകം ടാക്സ് പോലത്തെ വളരെ നല്ല ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ എക്സൈസും കസ്റ്റംസ് പോലത്തെ വളരെ നല്ല ഡിപ്പാർട്ട്മെന്റിൽ പോലും എന്ത് ചെയ്യും, ഈ ഒരു എക്സാം വഴി നമുക്ക് ജോലി കിട്ടും. അതുകൂടാതെ നമുക്ക് വൺസ് ഇതിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ CGLന്റെ എക്സാംസും എഴുതാം, ഡിപ്പാർട്ട്മെന്റ് എക്സാംസും ഫ്യൂച്ചറിൽ എഴുതി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കയറി നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റും. ലൈക്ക് വൺസ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതാണ്, ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയുള്ള എടുക്കുന്ന ഒരു സമയമാണ് പാടെന്ന് പറയുന്നത്. വൺസ് ഒന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധാരണ എല്ലാ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്കും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഒക്കെ തന്നെ അവർക്കും കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് എക്സാംസ് എഴുതി എന്ത് ചെയ്യാൻ പറ്റും, ഒരു സമയം കഴിയുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എക്സാംസ് ഒക്കെ എഴുതിയും മുകളിലോട്ട് പ്രൊമോഷൻസ് വാങ്ങിച്ച് നിങ്ങൾക്ക് പോകാൻ പറ്റും. സോ ഇമ്പോർട്ടൻറ്റ് ആ ഒരു ഇതിലേക്ക് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പലപ്പോഴും ഈ ഒരു എക്സാമിനെ വളരെ ചെറിയൊരു എക്സാമായിട്ടാണ് പലരും കാണുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ഇൻഹാൻഡ് സാലറി എന്ന് പറയുന്നത് ഏകദേശം ഒരു 30,000 to 33,000. ഒരു ബാങ്കിൻ്റെയൊക്കെ ക്ലർക്ക് ഗ്രാജുവേറ്റ് ആണെങ്കിൽ പോലും അവർക്ക് കിട്ടുന്ന സ്റ്റാർട്ടിംഗ് സാലറി 37,000 to 40,000 ഇടയ്ക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഏകദേശം അതിൻ്റെ വളരെ അടുത്ത് തന്നെ വരുന്ന വെറും 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനോട് തന്നെ ഈ ഒരു സാലറി കിട്ടുന്ന ഒരു ജോലിയാണ് നമ്മുടെ SSCയുടെ MTS എന്ന് പറയുന്നത്. 10ാം ക്ലാസ് ആണെങ്കിൽ പോലും സ്റ്റാർട്ടിംഗ് സാലറി 30,000 മുകളിലാണ് എന്ന് തന്നെ പറയാം. അതും എന്തെങ്കിലും രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ വേണോ, വേണ്ട. ഈ പ്രായം പറയുമ്പോൾ 25 വയസ്സിന് മുകളിലോട്ടൊക്കെ വേണോ, വേണ്ട. വെറും 18 വയസ്സുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ എക്സാംസ് എഴുതാൻ പറ്റും, നമുക്ക് ഈ എക്സാംസ് എഴുതിയെടുക്കാൻ പറ്റും. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനും ഈ പറഞ്ഞ പോലെ 18 വയസ്സും ഉണ്ടായാൽ മാത്രം മതി.
നിങ്ങൾക്ക് എക്സാംസ് എഴുതാൻ പറ്റും. ഇനി ഈ എക്സാംസിലേക്ക് വരുമ്പോഴും നമ്മൾ ആ പേര് തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. മൾട്ടി ടാസ്കിംഗ് നോൺ ടെക്നിക്കൽ സ്റ്റാഫ് ആൻഡ് ഹവൽദാർ, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ്, അതേപോലെ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ്. അപ്പോൾ അത്യാവശ്യം നല്ല ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് ഇത് നടക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ P1 എന്ന് പറഞ്ഞ് വിടുവാണെങ്കിലും പലപ്പോഴും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ലോവർ ഡിവിഷണൽ ക്ലർക്കൽ പോസ്റ്റ് ആണ് ഇവിടെ കിട്ടുന്നത്. അവിടെ ഒരു ഡെസ്ക് കാണും, നമുക്കൊരു സിസ്റ്റം കാണും, അങ്ങനെ ഒരു നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എൻട്രി ലെവൽ പോസ്റ്റ് ആണ് കിട്ടുന്നത്. അതേപോലെ ഇപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിലാണെങ്കിൽ പോലും അതേപോലത്തെ ഒരു പോസ്റ്റിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അവിടെ ചെന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പോലെ ബെറ്റർ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. CGL പോലത്തെ നല്ല എക്സാംസിന് വേണ്ടി പ്രിപ്പയർ, ഒരുപാട് പേര് ഈ ഒരു SSCയുടെ MTS എക്സാമിനെ ഒരു പ്രിപ്പറേഷൻ പ്ലാറ്റ്ഫോം ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഒരു എൻട്രി ലെവൽ പ്രിപ്പറേഷൻ പ്ലാറ്റ്ഫോം എന്നുള്ള ഒരുപാട് പേര് നേരെ CGL ആണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ നേരെ CGL ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഈ MTS ഫോക്കസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് എഴുതിയെടുത്തുകൊണ്ട് CGL എഴുതിയെടുക്കാൻ കുറച്ചുകൂടി സമയം കൂടുതലെടുക്കും. എന്നിട്ട് ഇപ്പം ഈ പറഞ്ഞ നല്ല പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ അതുപോലെ ഒരുപാട് എന്താണ് സ്റ്റെപ്സും കാണും ഈ ഒരു പ്രോസസ്സിൽ, ലൈക്ക് ആ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ. പക്ഷേ MTS പോലത്തെ എക്സാംസിലേക്ക് വരുമ്പോൾ അവിടെ വലിയ സെലക്ഷൻ പ്രോസസ്സിൽ ഒരുപാട് സ്റ്റെപ്സ് കാണത്തില്ല. അത് നമുക്ക് നോക്കാം. അത് നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരുപാട് സ്റ്റെപ്സ് കാണത്തില്ല. അപ്പോൾ എൻട്രി ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ആൻഡ് വൺസ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ളവർക്ക് CGLന്റെ എക്സാം എഴുതുന്നിടത്ത് കിട്ടുന്ന എന്താണോ കിട്ടുന്നത് അതേ സെയിം സംഭവം ഇവിടെയും കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഒരു എന്താ പറയുക, ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ എക്സാംസ് എഴുതിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും, ലൈക്ക് CGL പോലത്തെ എക്സാം അവിടെ ഇരുന്നുകൊണ്ട് എഴുതിയെടുക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഫ്യൂച്ചറിൽ പ്രൊമോഷൻസ് വഴി ഡിപ്പാർട്ട്മെന്റ് എക്സാംസ് വഴി നമുക്ക് എഴുതാൻ പറ്റും. അതിന് ഈ പറഞ്ഞ പോലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും 28 വയസ്സോ 30 വയസ്സൊന്നും അല്ല. അതിന് ഏജ് ലിമിറ്റും കൂടുതലാണ്. ഡിപ്പാർട്ട്മെന്റ് ഉള്ളിൽ ഇരുന്നുകൊണ്ട് എഴുതാൻ നമ്മുടെ എന്താ പറയുക, ഏജ് ലിമിറ്റും കൂടുതലാണ്. ഒരിക്കലും പുറത്തേക്കുന്ന ഒരാളുടെ ഏജ് ലിമിറ്റ് ആയിരിക്കത്തില്ല ഡിപ്പാർട്ട്മെന്റ് ഉള്ളിൽ നിന്ന് എഴുതുന്ന ഒരാളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി SSC MTS എക്സാമിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു ജോലിക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഹയർ പോസ്റ്റ് എയിം ചെയ്യാനും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി എക്സാംസിലേക്ക് വന്നാലും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അത് നമുക്ക് ഓടിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഒരുപാട് പേര് പലപ്പോഴും ഇത് അറിഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് നിങ്ങളോട് ചോദിക്കുക, അങ്ങനത്തെ ഒരു ചോദ്യം ഞാൻ പെട്ടെന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ എത്ര പേർക്ക് അറിയാം നമുക്കിവിടെ മാത്സും റീസണിങ്ങിന്റെയും ഏരിയയ്ക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളത്? ഒരുപാട് പേർക്ക് അറിയത്തില്ല. എല്ലാ എക്സാമിനും നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടല്ലോ എന്നൊരു ആംഗിളേ ഉള്ളൂ. പക്ഷെ അങ്ങനല്ല. ഇവിടെ മാത്സും റീസണിങ്, എനിക്കൊന്നും ഏറ്റവും കൂടുതൽ ആൾക്കാർ പേടിക്കുന്ന ഒരു ഏരിയ ആണ് മാത്സിന്റെ ഏരിയ. പിന്നെ റീസണിങ് വലിയ കുഴപ്പമില്ല എല്ലാവർക്കും. പക്ഷെ എന്നാലും ഈ മാത്സും റീസണിങ്ങിന്റെ ഏരിയയിൽ നെഗറ്റീവ് മാർക്കിങ്ങേ ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൂടി ഈ എക്സാമിനുണ്ട്. വേറെ എല്ലാ എക്സാംസിനും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഈ ഒരു SSCയുടെ MTSന് മാത്രമാണ് മാത്സും റീസണിങ്ങും നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത. ഓക്കെ, അപ്പോൾ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് SSC MTSനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ SSCയുടെ MTSന്റെ എക്സാം നമ്മുടെ ഈ പറയുന്ന പോലെ വേക്കൻസീസ് നമുക്ക് വരാതിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ എങ്ങനെയായാലും വരുന്ന സമയത്ത് വേക്കൻസി ഉറപ്പാണ്. ഒരു 8,000 to 12,000 ഓർ മേ ബി അതിൽ കൂടുതലും പോകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കൂടുതലും പോയിട്ടുണ്ട്. 12,000 പ്ലസ് വേക്കൻസിയിലേക്ക് പോകും. എന്തായാലും ഒരു 8,000 to 12,000 വേക്കൻസിയുടെ ഇടയ്ക്ക് ഉണ്ടായിരിക്കും. പിന്നെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എല്ലാം ഓൺലൈനാണ്. രജിസ്ട്രേഷൻ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ സ്റ്റാർട്ട് ചെയ്യും. മിക്കവാറും നമ്മുടെ നോട്ടിഫിക്കേഷൻ ഈ പറഞ്ഞ പോലെ ഓഗസ്റ്റ് അവസാനമോ സെപ്റ്റംബറിലോ നമുക്ക് കാണാൻ പറ്റും. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വെറും 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. 10th പാസ് ആയിരിക്കണം നിങ്ങൾ എന്നുള്ളതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഏജ് ലിമിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 18 വയസ്സുണ്ടായിരിക്കണം നിങ്ങൾക്ക്. 25 വയസ്സ് വരെയാണ് ജനറലിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ ഹവൽദാർ ആണെങ്കിൽ 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റിലാക്സേഷനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ കിട്ടുന്നുണ്ട്. OBC ആണെങ്കിൽ ഒരു 3 വർഷം കൂടി കൂടുതൽ കിട്ടും. SC/ST ആണെങ്കിൽ നിങ്ങൾക്കവിടെ 5 വർഷം കൂടി കൂടുതൽ കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ ആപ്ലിക്കേഷൻ ആയാലും എക്സാം ആയാലും എല്ലാം ഓൺലൈൻ പ്രോസസ്സാണ്. പെൻ ആൻഡ് പേപ്പർ പരിപാടി ഒന്നും തന്നെ ഇല്ല. ഫീസിലേക്ക് വന്നാൽ വെറും 100 രൂപയാണ് ഫീസ് എന്ന് പറയുന്നത്. അതും അൺറിസർവ്ഡ് മെയിൽ കാൻഡിഡേറ്റ്സിനും OBC കാൻഡിഡേറ്റ്സിനുമാണ് അത് വരുന്നത്. നിങ്ങൾ വുമൺ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അത് ജനറൽ ആണെങ്കിൽ പോലും നിങ്ങൾക്കത് ഫ്രീ ആണ്. പിന്നെ SC/ST കാറ്റഗറി വരുന്നവരും ബാക്കിയുള്ള കാറ്റഗറിയൊക്കെ വരുന്നവരൊക്കെ അവർക്ക് ഈ എക്സാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ആപ്ലിക്കേഷൻ ഫീസ് ഒന്നുമില്ല. ഈ 100 രൂപ എന്ന് പറയുന്നത് മെയിൽ ജനറൽ കാൻഡിഡേറ്റ്സിനും OBC കാൻഡിഡേറ്റ്സിനും മാത്രമാണ് 100 രൂപ എന്ന് പറയുന്നത്. സെലക്ഷൻ പ്രോസസ്സിലേക്ക് വന്ന എഗെയിൻ ഈ എക്സാമിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു എക്സാമേ ഉള്ളൂ. അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമുക്കറിയാം നമ്മൾ പലപ്പോഴും CGL ആയാലും CSL ആയാലും റെയിൽവേ എക്സാംസ് ആയാലും ബാങ്ക് എക്സാംസ് ആയാലും എല്ലാം എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഒരു phase 1 കാണും. അതിൽ ക്ലിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിൻ്റെ phase 2 കാണും. അതേ ക്ലിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് പിന്നെ phase 3 അല്ലെങ്കിൽ വല്ല സ്കിൽ ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒറ്റ സിംഗിൾ എക്സാം മാത്രമേ നമുക്ക് അവിടെ വരുന്നുള്ളൂ. ഒരേ ഒരു സിംഗിൾ എക്സാം. ആ എക്സാമിൻ്റെ സ്കോറാണ് ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഹവൽദാറിൻ്റെ പോസ്റ്റിന് വേണ്ടിയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ അതിന് കൂടി ചേർത്താണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഹവൽദാറിൻ്റെ പോസ്റ്റ് നിങ്ങൾക്കറിയാം യൂണിഫോം പോസ്റ്റാണ്. ഇപ്പോൾ യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റ്
എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ നിങ്ങളുടെ ഫിസിക്കൽ എഫിഷ്യൻസിയും ഫിസിക്കൽ സ്റ്റാൻഡേർഡും ചെക്ക് ചെയ്യും. പക്ഷേ എക്സാം ഈ പറഞ്ഞ പോലെ ഒറ്റ ഒരു എക്സാമേ ഉള്ളൂ. ജസ്റ്റ് ഈ ഒരു ഹവൽദാറിന്റെ പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞ ഫിസിക്കൽ ടെസ്റ്റ് കൂടി കാണും. നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും നിങ്ങളുടെ ഫിസിക്കൽ എഫിഷ്യൻസി കൂടി ടെസ്റ്റ് ചെയ്യും അവർ. അപ്പോൾ അതുകൂടി അവിടെ എക്സ്ട്രാ വരുന്നുള്ളൂ. ഇനി എക്സാമിൻ്റെ ലാംഗ്വേജിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എക്സാം എഴുതാം, ഹിന്ദിയിൽ എക്സാം എഴുതാം. അതുകൂടാതെ നമ്മുടെ മലയാളം അടക്കം വരുന്ന 13 റീജിയണൽ ലാംഗ്വേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് സാലറി എന്ന് പറയുന്നത് ബേസിക് പേ അറൌണ്ട് 18,000 ആണ് വരുന്നത്. ബാക്കി അലവൻസുകളും കാര്യങ്ങളെല്ലാം ചേർന്ന് വരുമ്പോൾ അത് ഏകദേശം ഒരു 30,000 to 33,000 ഓർ മേ ബി 35,000 വരെ പോകും. ഇനി ഇതാണ് നമ്മുടെ SSCയുടെ എക്സാം കലണ്ടർ എന്ന് പറയുന്നത്. ഈ എക്സാം കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സീജൻ്റെ എക്സാം എന്നാണ് ഇപ്പം വിളിച്ചേക്കുന്നത്. നമുക്കിനി അടുത്ത ഈ പറഞ്ഞ ഇടയ്ക്കുള്ള എക്സാംസ് ഒക്കെ വരും. നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന +2 ക്വാളിഫിക്കേഷനുള്ള CHSLന്റെ എക്സാം ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ വിളിക്കാൻ പോകുന്ന അടുത്ത എക്സാം ആണ് 10ാം ക്ലാസ് മാത്രം ക്വാളിഫിക്കേഷൻ വരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന SSCയുടെ MTS എക്സാം എന്ന് പറയുന്നത്. ശരിക്കും നോട്ടിഫിക്കേഷൻ ജൂണിൽ വരേണ്ടതായിരുന്നു. പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻസ് കുറച്ച് ഡിലേ ആയി എന്തൊക്കെയോ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ ജൂണിലാണ് നമ്മുടെ സീജലിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അത് കാരണം നമ്മുടെ ഈ പറഞ്ഞ MTS നോട്ടിഫിക്കേഷൻ കുറച്ചുകൂടി ഡിലേ ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ മേ ബി സെപ്റ്റംബറിലായിരിക്കും മിക്കവാറും വരാൻ സാധ്യതയുള്ളത്. കുറച്ചുകൂടി ഡിലേ ആണെങ്കിൽ ഒക്ടോബറിലായിരിക്കും വരുന്നത്. അതിൻ്റെ മിക്കവാറും എക്സാം നടക്കാൻ പോകുന്നത് നവംബറിലോ ഡിസംബറിലായിരിക്കും എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾക്ക് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഏകദേശം 4 മാസം സമയം നല്ലപോലെ കിട്ടുന്നുണ്ട്. ഓർ മേ ബി ഇനിയും ഡിലേ ആയി കഴിഞ്ഞാൽ പിന്നെയും അവിടെ എക്സ്ട്രാ ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം ഉണ്ട്. 4 മാസം എന്ന് പറയുമ്പോൾ 120 ദിവസമുണ്ട്. MTSന്റെ എക്സാം എന്ന് പറയുമ്പോൾ SSCയുടെ തന്നെ ഏറ്റവും എളുപ്പമുള്ള എക്സാമാണ്. പഠിക്കാനുള്ള ക്വാണ്ടിറ്റിയും കമ്പാരിറ്റീവ് CGL എക്സാം ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. ഓൾറെഡി CGL എക്സാം ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മോക്ക് ടെസ്റ്റുകൾ മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി. പക്ഷേ ഇപ്പം പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സിലബസ് നല്ലപോലെ മനസ്സിലാക്കി അതിനെ നേരത്തെ പഠിച്ചു തുടങ്ങാം. സിലബസ് ഒക്കെ അറിയാനും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി ഇതേ ചാനലിൽ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വീഡിയോസും കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു നോട്ടിഫിക്കേഷനിൽ കൊടുത്തേക്കുന്ന സിലബസ് എന്താണ്, അതിനെ ശരിക്കും പ്രോപ്പർലി ലിസ്റ്റ് ചെയ്തേക്കുന്ന സിലബസും ഈവൻ സ്റ്റഡി പ്ലാൻ അടക്കം നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. സോ അത് നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ. അത് കഴിഞ്ഞ് നമുക്ക് ഈ പറഞ്ഞ പോലെ വേറെയും SSCയുടെ എക്സാംസ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ലൈക്ക് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് SSCയുടെ CPO സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് എഴുതാൻ പറ്റും. അതിൽ SSCയുടെ ഏറ്റവും കൂടുതൽ വേക്കൻസിക്ക് വിളിക്കുന്ന എക്സാമാണ് SSCയുടെ GD കോൺസ്റ്റബിൾ. അപ്പം ഏകദേശം 50,000 അടുപ്പിച്ച് വേക്കൻസിക്കാണ് അത് വിളിക്കുന്നത്. അതും നമുക്ക് ഈ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻ ഒരു അവസാനം ഡിസംബർ, ജനുവരി അടുപ്പിച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ MTSന്റെ എക്സാമിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ആദ്യമേ ഒരു പേപ്പർ 1 ഉണ്ടായിരിക്കും. ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും, മൾട്ടിപ്പിൾ ചോയ്സ്. അതിനുശേഷം ഹവൽദാറിന്റെ പോസ്റ്റിന് അപ്ലൈ ചെയ്തവർക്ക് മാത്രം ഈ പറയുന്ന പോലെ എന്തുണ്ടായിരിക്കും, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ടായിരിക്കും. നമ്മുടെ ഈ ആദ്യത്തെ പേപ്പർ 1 എന്ന് പറയുന്നത് ഒരു 90 മിനിറ്റ്സിലാണ് നടക്കുന്നത്. അപ്പോൾ അതൊക്കെ സമയം കൂടുതലാണ്, നിങ്ങൾക്കറിയാം. പിന്നെ ഇത് ഏത് പോസ്റ്റാണ് ഫില്ല് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗ്രൂപ്പ് C നോൺ ഗസറ്റഡ് നോൺ മിനിസ്ട്രൽ പോസ്റ്റാണ് ഫില്ല് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല പോസ്റ്റുകളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ 10th പാസ് മാത്രമാണ്. നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ തന്നെ നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജിലൊക്കെ തന്നെ എക്സാം എഴുതാൻ പറ്റും. നിങ്ങളുടെ ലോവർ ഏജ് ലിമിറ്റ് 18 വയസ്സാണ്. അതുപോലെ അപ്പർ ഏജ് ലിമിറ്റ് നിങ്ങൾ നോർമൽ MTS ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 25 വയസ്സും ഹവൽദാർ ആണെങ്കിൽ 27 വയസ്സുമാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ക്വാളിഫയിങ് മാത്രമാണ്. നിങ്ങളുടെ ആദ്യത്തെ എക്സാമിൽ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഈ പറഞ്ഞ പോസ്റ്റിംഗ് കാര്യങ്ങളും വരുന്നത്. സാലറിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഒഫീഷ്യൽ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ SSCയുടെ ഒഫീഷ്യൽ സൈറ്റിലായിരിക്കും അപ്ഡേറ്റ് ആവുന്നത്. പിന്നെ നമ്മളത് അവിടെ വന്ന ഉടനെ തന്നെ ഇവിടെ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ചാനലും ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ എക്സാമിന് വേണ്ടി പ്രിപ്പറേഷന് വേണ്ടിയുള്ള സമയം നോക്കി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 90 ഡേയ്സ് എന്തായാലും കിട്ടും. അത് മാക്സിമം 120 ഓർ മേ ബി അതിൽ കൂടുതലും പോകാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ഡിലേ പിന്നെയും വരുവാണെങ്കിൽ. ഇപ്പോൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 4 മാസം സമയം നമുക്ക് എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട്. നവംബറിൽ അവസാനത്തോടെ അല്ലെങ്കിൽ ഡിസംബറിൽ എക്സാം നടന്നാലും നമുക്ക് 4 മാസം സമയം എന്തായാലും കിട്ടും. അപ്പോൾ അത്യാവശ്യം സമയമുണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ദാറ്റ് ഒരുപാട് പേരും ഈ ഒരു MTS എന്ന് പറയുമ്പോൾ ചെറിയൊരു പോസ്റ്റ് എന്ന് മാത്രമാണ് വിചാരിക്കുന്നത്. പക്ഷേ പലരും ഇത് വിചാരിക്കാറില്ല ദാറ്റ് അത് നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ്, എക്സൈസും കസ്റ്റംസിലും അതുപോലെ അല്ലാതെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസിൽ നമ്മുടെ ഇൻകം ടാക്സ് പോലത്തെ ഡിപ്പാർട്ട്മെൻറ്റിലും ഒക്കെ തന്നെ ജോലി കിട്ടുന്ന ഒരു പോസ്റ്റ് കൂടിയാണിത്. അപ്പോൾ അവിടെയൊക്കെ ജോലി കിട്ടുവാണെങ്കിൽ കൂടുതൽ ഫ്യൂച്ചർ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ കുറച്ചുകൂടി നല്ലതായിരിക്കും. എന്നാൽ നമുക്ക് കുറച്ചുകൂടി പ്രോപ്പർ ഡെസ്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സിസ്റ്റവും ഒക്കെ നമുക്കുണ്ടായിരിക്കും. അവിടെ നമുക്ക് ഓഫീസിൽ ഇരുന്ന് നമ്മുടെ ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചൊക്കെ സമയം നമുക്ക് മാറ്റി വെച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് ഹിഡൻ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കൂടി ഉള്ള ഒരു എക്സാം കൂടിയാണ് SSCയുടെ MTS. ഒരുപാട് പേര് അതിനൊരു ഓവറോൾ ഇൻ ജനറൽ ആണ് നോക്കുന്നത്. ഇനി എക്സാമിൻ്റെ ഒരു പാറ്റേൺ, നമ്മുടെ ആദ്യത്തെ എക്സാം, ആ എക്സാമിൻ്റെ പാറ്റേണിലേക്ക് വന്ന ഇതാണ് എക്സാം പാറ്റേൺ.
നമുക്ക് മാത്സും റീസണിങ്ങും ഉണ്ട്. അതിൽ 20 ക്വസ്റ്റ്യൻ വെച്ചാണ് ചോദിക്കുന്നത്. മൊത്തം 40 ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റിനും 3 മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. അങ്ങനെ 120 മാർക്കാണ് അവിടെ വരുന്നത്. 45 മിനിറ്റ് ആണ് അത് എഴുതാൻ വേണ്ടി തരുന്ന സമയം. പക്ഷേ ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ദർ വിൽ ബി നോ നെഗറ്റീവ് മാർക്കിംഗ് ഫോർ സെഷൻ 1. കഴിഞ്ഞ വർഷം വരെ ഇങ്ങനെ ആയിരുന്നു. ഈ വർഷം ഇനി എന്തെങ്കിലും മാറ്റം വരുവാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ബട്ട് വലിയ മാറ്റം വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമുക്ക് അവിടെ ഈ പറഞ്ഞ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. പിന്നെ ശരിക്കും നിങ്ങളുടെ ഈ പറഞ്ഞ ഡിസൈഡ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫുൾ എക്സാം അല്ല ഡിസൈഡ് ചെയ്യുന്നത്. ഈ ഒരു ഏരിയ ആണ് ശരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ജനറൽ അവയർസിൻ്റെ ഏരിയയും ഇംഗ്ലീഷും. ഇവിടെ നമുക്ക് 25 വെച്ച് വരുന്നുണ്ട്. അപ്പോൾ 50 ക്വസ്റ്റ്യൻ. നമുക്ക് ഓരോ ക്വസ്റ്റിനും 3 മാർക്ക് വെച്ച് 150 മാർക്ക്. അത് എഴുതാനും 45 മിനിറ്റ് ഉണ്ട് നമുക്ക്. അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു സമയമുണ്ട് നമുക്ക് അത് എഴുതാൻ തന്നെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അങ്ങനെ മൊത്തം 90 മിനിറ്റ്സിലാണ് നമ്മുടെ ഈ ഒരു എക്സാം നടക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഹവൽദാറിൻ്റെ പോസ്റ്റാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റൊക്കെ കാണും. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് കൊടുത്തേക്കുന്നത്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നമ്മളിതൊക്കെ നേരത്തെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ SSC MTSനെ കുറിച്ച് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, ആ ഒറ്റ ടെസ്റ്റാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത്, ഈ ഒരു പോസ്റ്റ് ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ ഹവൽദാർ കൂടി ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് വരുന്നുള്ളൂ, ആ ഫിസിക്കൽ ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ മൊത്ത പേപ്പർ 90 ക്വസ്റ്റ്യൻസും ഈ പറഞ്ഞ പോലെ എന്താ പറയുക 90 മിനിറ്റ്സും 90 ക്വസ്റ്റ്യൻസും 270 മാർക്ക്, 90യുടെ 3 ഇരട്ടി 270 മാർക്കാണ് മൊത്തം എക്സാം നടക്കുന്നത്. ഏതെങ്കിലും ഒരു സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആയപ്പോൾ എല്ലാ സെഷനും അറ്റൻഡ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ആദ്യത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ക്വാളിഫയിങ് ആണ്, നെഗറ്റീവ് ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് ഏതെങ്കിലും മാത്സ് മൊത്തം അങ്ങ് വിടൂ, അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എല്ലാ ഏരിയാസും അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി നെഗറ്റീവ് മാർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ ഉണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ടിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, സെക്കൻഡ് പാർട്ടിൽ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1 മാർക്ക് വെച്ചാണ് നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് നമുക്കവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തേക്കുന്ന, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ കൊടുത്തേക്കുന്ന നമ്മുടെ സിലബസ്. ന്യൂമറിക്കൽ എബിലിറ്റിയും റീസണിങ്ങും ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷിൻ്റെയും സിലബസ്. ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ നമ്മൾ ഓൾറെഡി നേരത്തെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ സ്റ്റഡി പ്ലാൻ അടക്കം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ചാനലിൽ നിന്ന് നോക്കാവുന്നതാണ്. പിന്നെ ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, നിങ്ങൾ CGLൻ്റെ എക്സാമിന് വേണ്ടി ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാണ്, അല്ലെങ്കിൽ ഇപ്പം പഠിച്ച് തുടങ്ങിയവരാണെങ്കിൽ പോലും എത്രയും പെട്ടെന്ന് സിലബസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ ഇവിടെ വലിയൊരു ക്വസ്റ്റ്യൻ പ്രാക്ടീസിൻ്റെ ആവശ്യമില്ല. ഒരുപാട് വലിയ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് വരുന്നൊരു എക്സാം അല്ല ഇത്. അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ആ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം കവർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് ആ കാര്യങ്ങളൊക്കെ ഫെമിലിയർ ആവുക, മാക്സിമം പ്രീവിയസ് ഇയർ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻസ് എങ്കിലും നല്ലപോലെ ചെയ്ത് തീർക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് ഏകദേശം കട്ട് ഓഫ് ഒക്കെ വരുന്നത് 100-ൽ ഒരു 75 അടുപ്പിച്ചുള്ള കട്ട് ഓഫ് ആണ് വരുന്നത്. അപ്പോൾ അത് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ ഒരു 100% ആക്കി കഴിഞ്ഞാൽ ഒരു 75% റേഞ്ച് ഓഫ് ഒരു കട്ട് ഓഫ്, അല്ലെങ്കിൽ ഒരു 80% റേഞ്ച് ഓഫ് കട്ട് ഓഫ് ഒക്കെയാണ് നമുക്ക് കൂടുതലും ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ലൈക്ക് ഒരു 150-ൽ 130 ആ റേഞ്ച് ഓഫ് കട്ട് ഓഫ്, 129 ഐ തിങ്ക് ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് എന്തോ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ ആ റേഞ്ച് ഓഫ് കട്ട് ഓഫ് ആണ് വരുന്നത്. അപ്പോൾ 150-ലും ഈ പറയുന്ന പോലെ ഏകദേശം ഒരു 130 ഒക്കെ അടുപ്പിച്ച് ഉള്ളൊരു കട്ട് ഓഫ് ആണ് വരുന്നത്. ഏകദേശം ഒരു 80% അടുപ്പിച്ചുള്ളൊരു കട്ട് ഓഫ് ആണ് നമുക്ക് വരുന്നത് എക്സാമിൽ. അപ്പോൾ അത് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ള പ്രിപ്പറേഷനാണ് നിങ്ങൾ ഇനി മുമ്പിലോട്ടുള്ള ദിവസം ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം എന്ന് വിചാരിക്കില്ല, എത്രയും പെട്ടെന്ന് തന്നെ ചെയ്ത് തുടങ്ങാം. ആൻഡ് ഇപ്പോഴൊക്കെ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരോ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കൊരു നല്ല ടൈം കൂടിയാണ്. നമ്മുടെ എൻട്രിയിൽ ഓൺലൈൻ ബാച്ചസ് ആണ് വരുന്നത്. യൂഷ്വലി നമ്മുടെ കോഴ്സുകൾ, അതിപ്പം ബാക്കിയുള്ള എല്ലാ കോഴ്സുകളും എസ്പെഷ്യലി സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ബാങ്കിങ് എക്സാംസിൽ 40%-ഓളം ഓഫ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരോ ഓൾറെഡി ജസ്റ്റ് പഠിച്ചു തുടങ്ങിയവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു ബാച്ചസിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നല്ലൊരു ടൈമാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു ഫീസിൽ 40% ഓഫിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓർ മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആണെങ്കിൽ അവരുമായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഇങ്ങനൊരു ഓഫർ ഉണ്ട്, നിങ്ങൾക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങാം എന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ നമുക്കിവിടെ പറഞ്ഞ പോലെ തന്നെ ഓൺലൈൻ ബാച്ചസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ്സസും റെക്കോർഡ് ക്ലാസ്സസും ഉണ്ടായിരിക്കും. അത് റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ നിങ്ങളുടെ ഫ്ലെക്സിബിൾ ടൈം അനുസരിച്ച് നിങ്ങൾക്കത് കാണാൻ പറ്റും. ലൈവ് ക്ലാസ്സസ് ഒക്കെ പോകുന്നത് ഈവനിങ് ടൈമാണ് പോകുന്നത്, രാത്രി 8 മണിക്ക് ശേഷം. അതുകൊണ്ട് തന്നെ ഡേ ടൈം വർക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കത് മിസ്സാവാതെ തന്നെ അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിൽ കംപ്ലീറ്റ് സിലബസ് കവറേജ്, പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്, അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ടോപ്പിക് ഡിസ്കഷൻ, മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട്, നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ, ഫുൾ മോക്ക് ടെസ്റ്റുകൾ, പുതിയ പാറ്റേണിലുള്ള മോക്ക് ടെസ്റ്റുകൾ, സെഷൻ മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ക്വിസുകൾ, ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ ഒക്കെ തന്നെ ഇവിടെ, അതുപോലെ ഈ ബുക്കുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചേർന്നിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് SSC MTSനായാലും CGLനായാലും CSനായാലും GDക്കായാലും ഒക്കെ തന്നെ ഈ ഒരു കോഴ്സുകളൊക്കെ ഉണ്ട്. അതുപോലെ ബാങ്കും റെയിൽവേക്കൊക്കെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ
അറിയാനൊക്കെ വേണ്ടിയും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ നമ്മൾ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 7736122215 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 7736122215 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഓഫേഴ്സിലൊക്കെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനൊക്കെ കിട്ടുന്നൊരു അവസരമാണ്. ഇത് മിസ്സാക്കാതിരിക്കുക. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് തന്നെ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. പഠിച്ചുകൊണ്ടിരിക്കുന്ന മാക്സിമം മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ആ ഒരു ടാർഗറ്റ് നമ്മുടെ ആ 150 ഒരു 140+ എന്ന രീതിയിലുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നോക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റ് തന്നെ കിട്ടാൻ വേണ്ടി, ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള പോസ്റ്റ് തന്നെ കിട്ടാൻ വേണ്ടി കൂടി ഏറ്റവും നല്ലപോലെ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ മീറ്റ് ചെയ്യാം. താങ്ക്